നിങ്ങൾ ദരിദ്രനായി ജനിച്ചത് നിങ്ങളുടെ തെറ്റല്ല, എന്നാൽ ദരിദ്രനായി മരിക്കുന്നത് നിങ്ങളുടെ തെറ്റാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞ ഈ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. പണമില്ലാത്തവനെ ലോകം ബഹുമാനിക്കില്ലെന്നും എന്നാൽ ശരിയായ തന്ത്രങ്ങളിലൂടെ ആർക്കും ധനവാനാകാമെന്നും ചാണക്യൻ പഠിപ്പിക്കുന്നു. നിങ്ങൾക്കും ഒരു കോടീശ്വരനാകണോ എങ്കിൽ ചാണക്യന്റെ ഈ 5 രഹസ്യങ്ങൾ ശ്രദ്ധിക്കുക. ലക്ഷ്യം രഹസ്യമായി വെക്കുക. വിജയത്തിലേക്കുള്ള നിശബ്ദ പാത. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ തന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ സ്വന്തം മനസ്സിനുള്ളിൽ തന്നെ സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമെന്ന് ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 1. പ്രതിബന്ധങ്ങളെ ഒഴിവാക്കാം. നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ വലിയൊരു നിക്ഷേപം നടത്താനോ പ്ലാൻ ചെയ്യുമ്പോൾ അത് എല്ലാവരോടും വിളിച്ചു പറയുന്നത് വഴി നിങ്ങൾ അറിയാതെ തന്നെ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു. ലോകത്ത് എല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരല്ല. നിങ്ങളുടെ പ്ലാനുകൾ മുൻകൂട്ടി അറിയുന്നവർ അതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനോ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനോ ശ്രമിച്ചേക്കാം. ലക്ഷ്യം രഹസ്യമാക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഒരു അവസരവും നൽകുന്നില്ല. 2. മാനസികമായ ഊർജം സംരക്ഷിക്കാം. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു വലിയ കാര്യത്തെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് ആവേശത്തോടെ സംസാരിക്കുമ്പോൾ ആ ലക്ഷ്യം നേടിയാലുണ്ടാകുന്ന അതേ സന്തോഷം, ഡോപ്പമീൻ ഹിറ്റ്, സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ യഥാർത്ഥ അധ്വാനത്തിനുള്ള പ്രേരണ കുറയ്ക്കുന്നു. ലക്ഷ്യം രഹസ്യമായി സൂക്ഷിക്കുമ്പോൾ ആ വിശപ്പ് ഉള്ളിൽ തന്നെ ഇരിക്കുകയും അത് വേഗത്തിൽ പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. 3. തന്ത്രപരമായ മുൻതൂക്കം. ബിസിനസ്സിലായാലും കരിയറിലായാലും നിങ്ങളുടെ അടുത്ത നീക്കം എന്താണെന്ന് എതിരാളികൾക്ക് അറിയാൻ സാധിക്കരുത്. ഒരു വേട്ടക്കാരൻ ഇരയെ പിടിക്കാൻ പോകുന്നത് ഒച്ച വെച്ചുകൊണ്ടല്ല, മറിച്ച് അതീവ നിശബ്ദനായാണ്. നിങ്ങളുടെ വിജയം ഒരു പെട്ടെന്നുള്ള മിന്നൽ പിണർ പോലെ ആയിരിക്കണം. നിങ്ങൾ വിജയിച്ചു കഴിയുമ്പോൾ മാത്രം ലോകം അതറിയട്ടെ. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു ബഹുമാനവും ആഴവും നൽകും. 4. അനാവശ്യ ഉപദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പലപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നടക്കില്ല, അതിൽ വലിയ റിസ്ക് ഉണ്ട് എന്നിങ്ങനെ നെഗറ്റീവ് ഉപദേശങ്ങളുമായി ഒരുപാട് പേർ വരും. ഇത്തരം ഉപദേശങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയാൻ കാരണമാകും. നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമാക്കുന്നതിലൂടെ ഇത്തരം നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാം. ചാണക്യനീതിയിലെ അതിപ്രധാനമായ ഒരു തത്വമാണ് വാസയോഗ്യമായ സ്ഥലം തിരഞ്ഞെടുക്കുക എന്നത്. നിങ്ങൾ എത്ര വലിയ പ്രതിഭയാണെങ്കിലും വളരാൻ അനുയോജ്യമായ മണ്ണിലല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വളർച്ച മുരടിച്ചു പോകും എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. ഒരാളുടെ വിജയത്തിന്റെ 50% തീരുമാനിക്കുന്നത് അയാൾ ജീവിക്കുന്ന സാഹചര്യവും അയാളെ ചുറ്റപ്പറ്റിയുള്ള ആളുകളുമാണ്. ചാണക്യൻ നിർദ്ദേശിച്ച 5 ഘടകങ്ങൾ നോക്കാം. 1. തൊഴിൽ അവസരങ്ങൾ. പണം സമ്പാദിക്കാൻ കഴിയാത്ത ഒരിടത്ത് താമസിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. കച്ചവടമോ കൃഷിയോ മറ്റു തൊഴിലുകളോ സജീവമായ ഒരിടത്ത് മാത്രമേ സമ്പത്ത് വളരുകയുള്ളൂ. പണം വിനിമയം ചെയ്യപ്പെടാത്ത സ്ഥലത്ത് നിങ്ങൾ എത്ര അധ്വാനിച്ചാലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനാവില്ല. അതിനാൽ അവസരങ്ങൾ തേടിപ്പോകാൻ മടിക്കരുത്. 2. നിയമവ്യവസ്ഥയും ഭയവും. നിയമങ്ങളോടുള്ള ഭയമില്ലാത്ത ഒരിടത്ത് അരാജകത്വമുണ്ടാകും. അവിടെ നീതി ലഭിക്കില്ല. നിങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷയുണ്ടാക്കില്ല. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് അക്രമികൾ കവർന്നെടുക്കാൻ സാധ്യതയുള്ളയിടത്ത് ഒരിക്കലും ഐശ്വര്യം നിലനിൽക്കില്ല. സുരക്ഷിതമായ അന്തരീക്ഷം വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. 3. ലജ്ജയുള്ള ജനങ്ങൾ. തെറ്റ് ചെയ്യാൻ മടിയുള്ള ലജ്ജയുള്ള മനുഷ്യരുള്ള സമൂഹത്തിൽ മാത്രമേ പരസ്പര വിശ്വാസമുണ്ടാകൂ. ലോകമെന്ത് കരുതും എന്ന ചിന്തയുള്ളവർ അഴിമതിക്കും വഞ്ചനയ്ക്കും മുതിരില്ല. ബിസിനസ്സിലായാലും വ്യക്തിജീവിതത്തിലായാലും വിശ്വാസ്യതയാണ് ഏറ്റവും വലിയ മൂലധനം. ധാർമ്മികതയില്ലാത്ത ആളുകൾക്കിടയിൽ ജീവിക്കുന്നത് നിങ്ങളുടെ പതനത്തിന് കാരണമാകും. 4. ബുദ്ധിശക്തിയുള്ള ആളുകൾ. നിങ്ങൾ 5 ബുദ്ധിമാന്മാരോടൊപ്പം നടന്നാൽ 6ാമത്തെ ബുദ്ധിമാൻ നിങ്ങളായിരിക്കും. അറിവുള്ളവരും ദീർഘവീക്ഷണമുള്ളവരുമായ ആളുകൾക്ക് മാത്രമേ നിങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയൂ. ചർച്ചകളും സംവാദങ്ങളും പുതിയ ആശയങ്ങളുമുണ്ടാകുന്ന ഇടങ്ങളിൽ മാത്രമേ പുതിയ സമ്പാദ്യ മാർഗങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. 5. ദാനധർമ്മം ചെയ്യുന്നവർ. സമ്പത്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വിനിയോഗിക്കുന്നവരുള്ള ഇടം ഐശ്വര്യപൂർണ്ണമായിരിക്കും. ദാനധർമ്മം എന്നത് കേവലം പണം നൽകലല്ല, മറിച്ച് ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും സഹകരണ മനോഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അത്തരം ആളുകൾക്കിടയിൽ ജീവിക്കുന്നത് വിഷമഘട്ടങ്ങളിൽ നിങ്ങൾക്ക് താങ്ങാകും. നിക്ഷേപത്തിന്റെ കല. പണത്തെക്കൊണ്ട് പണിയെടുപ്പിക്കുക. പലരും ചിന്തിക്കുന്നത് പണം ചെലവാക്കാതെ സൂക്ഷിച്ചു വെച്ചാൽ ധനവാനാകാം എന്നാണ്. എന്നാൽ ചാണക്യൻ ഇതിനോട് വിയോജിക്കുന്നു. ഇതിനെക്കുറിച്ച് അദ്ദേഹം നൽകുന്ന കൃത്യമായ കാഴ്ചപ്പാടുകൾ ഇവയാണ്. 1. ഒഴുകുന്ന വെള്ളത്തിന്റെ ഉദാഹരണം. കെട്ടിനിൽക്കുന്ന വെള്ളം കുറച്ചു കഴിയുമ്പോൾ ദുർഗന്ധം വമിക്കുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യും. എന്നാൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലെ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. പണത്തിന്റെ കാര്യവും ഇതുതന്നെയാണ്. പണം ഒരു സ്ഥലത്ത് കെട്ടിനിൽക്കുമ്പോൾ അതിൻ്റെ മൂല്യം കുറയുന്നു. എന്നാൽ അത് നിക്ഷേപങ്ങളിലൂടെയും കച്ചവടത്തിലൂടെയും സമൂഹത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പുതിയ സമ്പത്ത് സൃഷ്ടിക്കുന്നു. 2. അമിതമായ ലാഭേച്ഛയല്ല, കൃത്യമായ വിനിയോഗം. ചാണക്യൻ പണത്തെ ഒരു മരത്തോടാണ് ഉപമിക്കുന്നത്. മരത്തിലെ പഴങ്ങൾ കൃത്യസമയത്ത് പറിച്ചെടുത്തില്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. അതുപോലെ
കയ്യിലുള്ള പണം ശരിയായ സമയത്ത് ശരിയായ ബിസിനസ്സിലോ നിക്ഷേപങ്ങളിലോ വിനിയോഗിച്ചില്ലെങ്കിൽ അത് പതുക്കെ നശിച്ചു പോകും. പണം സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനം അതെങ്ങനെ വിനിയോഗിക്കുന്നു, അസറ്റ് അലോക്കേഷൻ എന്നതിലാണ്. 3. അത്യാവശ്യത്തിന് ചെലവാക്കുക, ബാക്കി നിക്ഷേപിക്കുക. ചാണക്യൻ ലുബ്ധനാകാൻ പറയുന്നില്ല, മറിച്ച് മിതവ്യയിയാകാനാണ് പറയുന്നത്. ചെലവ് വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കുക. നിക്ഷേപം സിംഹഭാഗവും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനായി ഉപയോഗിക്കുക. ഒരാൾക്ക് ഒരു വരുമാന മാർഗം മാത്രമേ ഉള്ളൂവെങ്കിൽ അയാൾ എപ്പോഴും അപകടത്തിലാണ്. അതുകൊണ്ട് നിക്ഷേപങ്ങളിലൂടെ ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കണം. 4. സംരക്ഷണമല്ല, വളർച്ചയാണ് പ്രധാനം. പണത്തെ സംരക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ പ്രധാനം അതിനെ വളർത്തുന്നതാണ്. പണം കൈവശം വയ്ക്കുന്നത് നിങ്ങളെ ഒരു കാവൽക്കാരൻ മാത്രമാക്കുന്നു. എന്നാൽ പണം നിക്ഷേപിക്കുന്നത് നിങ്ങളെ ഒരു യജമാനനാക്കുന്നു. നിങ്ങളുടെ പണം നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണിയെടുക്കണം എന്നതാണ് ചാണക്യൻ നൽകുന്ന പാഠം. 5. അറിവിലുള്ള നിക്ഷേപം. എവിടെ നിക്ഷേപിക്കണം എന്നറിയാത്തവർ സ്വന്തം അറിവിൽ നിക്ഷേപിക്കണം. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ പുതിയ വിദ്യകൾ പഠിക്കാനും കഴിവുകൾ വളർത്താനും പണം ചെലവാക്കുന്നത് ഏറ്റവും വലിയ നിക്ഷേപമാണ്. കാരണം ആ അറിവ് നിങ്ങളെ കൂടുതൽ പണം സമ്പാദിക്കാൻ പ്രാപ്തനാക്കും. റിസ്ക് എടുക്കുക, ഭയത്തെ വിജയമാക്കി മാറ്റുന്ന തന്ത്രം. മിക്ക മനുഷ്യരും പരാജയപ്പെടുമെന്ന ഭയം കാരണം ഒരു കാര്യത്തിനും മുതിരാതെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. എന്നാൽ ചാണക്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1. കംഫർട്ട് സോൺ എന്ന തടവറ, ദ ട്രാപ്പ് ഓഫ് കംഫർട്ട് സോൺ. ഒരു ആനയെ ചെറിയൊരു ചങ്ങലയിൽ തളച്ചിടുന്നത് പോലെയാണ് പലരും സ്വന്തം സുരക്ഷിത മേഖലയിൽ ഒതുങ്ങിക്കൂടുന്നത്. വലിയ വിജയങ്ങൾ നേടണമെങ്കിൽ പരിചിതമായ വഴികളിൽ നിന്ന് മാറി നടക്കണം. നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതുവരെ ലഭിക്കാത്ത വിജയങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയൂ. 2. കടലും മുത്തും. കടലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിപ്പികൾ മാത്രമേ ലഭിക്കൂ. എന്നാൽ വിലയേറിയ മുത്തുകൾ ലഭിക്കണമെങ്കിൽ ആഴങ്ങളിലേക്ക് ഊളിയിടണം. അവിടെ ശ്വാസം മുട്ടാം, അപകടങ്ങളുണ്ടാകാം. അതുപോലെ ബിസിനസ്സിലും കരിയറിലും വലിയ ലാഭം വേണമെങ്കിൽ വലിയ ഉത്തരവാദിത്തങ്ങളും റിസ്കുകളും ഏറ്റെടുക്കാൻ തയ്യാറാകണം. 3. കാൽക്കുലേറ്റഡ് റിസ്ക്. അറിവോടെയുള്ള ചുവടുവെപ്പ്, റിസ്ക് എടുക്കുക എന്നാൽ കണ്ണടച്ച് കിണറ്റിൽ ചാടുക എന്നല്ല അർത്ഥം. ചാണക്യൻ പറയുന്നത് പഠനത്തിന് ശേഷമുള്ള റിസ്ക് എടുക്കാനാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കുക. പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നതിന് ഒരു പ്ലാൻ ബി തയ്യാറാക്കുക. നിങ്ങളുടെ ആസ്തി മുഴുവൻ ഒരൊറ്റ കാര്യത്തിൽ മാത്രം പന്തയം വയ്ക്കാതിരിക്കുക. അറിവോടെയുള്ള റിസ്ക് ഒരു നിക്ഷേപമാണ്, എന്നാൽ അറിവില്ലാത്ത റിസ്ക് ഒരു ചൂതാട്ടമാണ്. 4. പരാജയത്തോടുള്ള കാഴ്ചപ്പാട്. ഒരു സംരംഭം പരാജയപ്പെട്ടാൽ പണം നഷ്ടപ്പെടാം, പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം അടുത്ത തവണ നിങ്ങളെ വലിയൊരു വിജയത്തിലേക്ക് നയിക്കും. ഭയപ്പെട്ട് മാറുമേൽക്കുന്നവൻ ഒന്നും പഠിക്കുന്നില്ല, എന്നാൽ റിസ്ക് എടുക്കുന്നവൻ ഒന്നുകിൽ ജയിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു.